ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിതാ സ്പ്രൈറ്റ് ബോട്ടിൽ വെച്ചിട്ട് അടിപൊളി ഒരു ഐറ്റായിട്ടോ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഇതാ ഇതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ഇനി ഈ ബോട്ടിൽ നിന്ന് കുറച്ച് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതിൻ്റെ മിഡിൽ ഇങ്ങനെ നേരെ ഒന്ന് കട്ട് ചെയ്തിട്ട് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്ക്വയർ പീസ് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയുന്നില്ലേ. അപ്പോൾ വീതിയും നീളവും ഒരേ അളവിലെടുക്കുക കേട്ടോ. 4 വീതി എടുക്കുന്നെങ്കിൽ നീളവും 4 എടുക്കുക. അങ്ങനെ ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഞാനിപ്പോൾ വരച്ചിട്ടൊന്നല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് മാർക്കർ ഉപയോഗിച്ചൊന്ന് വരച്ചെടുക്കുക. ഒരേ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ 4 ഇതിന് ആദ്യം തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, ആ സ്ക്വയർ പീസിനൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 4 ഇതളുള്ള ഒരു ഫ്ലവർ ആട്ടോ എടുക്കുന്നത്. നമ്മൾ എന്താ പറയുക, ഈ സ്ക്വയർ പീസ് കട്ട് ചെയ്യുമ്പോൾ വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൽ നിന്ന് 5 പെറ്റൽസോ 6 പെറ്റൽസോ വരുന്ന രീതിയിൽ എന്താ പറയുക ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയ സർക്കിൾ ആയതുകൊണ്ട് തന്നെ 4 പെറ്റൽസ് ആട്ടോ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് വരച്ചിട്ടൊന്നല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് മാർക്കർ വെച്ചിട്ട് ഒന്ന് പെറ്റൽസ് ഷേപ്പിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതാട്ടോ അങ്ങനെ കാണിക്കാഞ്ഞത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതാ ഒരു ലൈറ്റർ വെച്ചിട്ട് ഈ പെറ്റൽസിൻ്റെ സൈഡിൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. അത് ഒന്നൊന്ന് കാണിച്ചാൽ മതി, അപ്പോഴത്തേക്കന്നെ ഉരുക്കിക്കോളൂ കേട്ടോ. അപ്പോൾ പല ഷേപ്പിലായിട്ട് അത് കിട്ടിക്കോളേ. ഇതാ ഞാനതൊന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത ഫ്ലവറിൻ്റെ വലുത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതുണ്ടാക്കാം, ചെറുത് വേണമെങ്കിൽ ചെറുതാക്കാം. അതൊക്കെ നമ്മൾ ഒരു ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വലുതും ചെറുതുമൊക്കെ ആയിട്ട് അങ്ങനെ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം എല്ലാം ഒരേ സൈസിലുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ വലുതും ചെറുതുമാക്കാം. ഞാൻ പറഞ്ഞല്ലോ, എടുക്കുന്ന നമ്മൾ ആദ്യം സ്ക്വയർ കട്ട് ചെയ്യുമല്ലോ, അതൊന്ന് സൈസ് വലുതാക്കിയും ചെറുതാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അറേഞ്ച് ചെയ്യാനായിട്ട് ഞാനിതാ ഒരു കൊമ്പാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ എന്തായാലും മുറ്റത്തൊക്കെ ഉണ്ടാവുമല്ലോ, ഉണങ്ങിക്കിടക്കുന്ന ഒരു കമ്പാണ്. ഇതിൽ ഇലകളൊന്നും ഇല്ലാത്ത കമ്പായിരുന്നു കേട്ടോ. അപ്പം ഞാനിതിൻ്റെ മുകളിലൊന്ന് സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതാണ് ഇതിൽ ഒരു ഗോൾഡൻ ലുക്ക് കാണുന്നത്. അപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ സാധാ നോർമലായിട്ട് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്നുകൂടി ഗുമ്മായിക്കോട്ടെ എന്നുള്ളതിൽ ഒന്ന് സ്പ്രേ പെയിൻ്റ് അടിച്ചു കൊടുത്തതാണ്. ഇനി അത് വേണ്ട, ഇനി സാധാ പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. ഇനി എവിടേക്കാണോ സെറ്റ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെന്താ, ഇത് ഈ ഒരു ബോട്ടിൽ, ഇങ്ങനെയുള്ള ഒരു ബോട്ടിൽ വെച്ചിട്ട് ചെയ്തതാണെന്നും ആര് കണ്ടാലും പറയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്തായാലും 7-Upഉം സ്പ്രൈറ്റൊന്നും വാങ്ങിക്കാത്തവരുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനി അങ്ങനത്തെ ബോട്ടിലൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ എന്താ പറയുക, നമ്മൾ പെപ്സിയൊക്കെ വാങ്ങിക്കുമ്പോഴും വൈറ്റ് ബോട്ടിലാണെങ്കിലും വൈറ്റ് ബോട്ടിൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വൈറ്റ് കളർ ഫ്ലവറാണ് കിട്ടുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള ഏതൊരു ബോട്ടിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഇതിനൊരു അറിവ് വേണമെന്നൊന്നുമില്ലല്ലോ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ പെറ്റൽസ് വരയ്ക്കാനൊക്കെ എല്ലാവർക്കും ഒരു നോർമൽ ഒരു ഫ്ലവറിൻ്റെ ഒരു രീതിയിൽ അങ്ങനെ വരച്ചെടുത്താൽ മതിയില്ലേ. പിന്നെ ഷേപ്പാകുന്നത് ഇതേപോലെ ഉരുക്കിയെടുക്കുമ്പോൾ പല പല ഷേപ്പിലായിട്ട് വരും കേട്ടോ. അധികം അങ്ങോട്ട് ഉരുക്കി പോകരുതേ. അപ്പം ഈ ഒരു ബോട്ടിലായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോഴേ തന്നെ ഉരുക്കിക്കോളൂ കേട്ടോ. അപ്പം നന്നായിട്ട് അങ്ങനെ ഉരുക്കി പോകരുത് കേട്ടോ. പിന്നെന്താ, ഇത് കുട്ടികൾ ആണ് ഉണ്ടാക്കുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ലൈറ്ററൊക്കെ വരുമ്പോൾ അവരെടുക്ക് അത്ര സേഫ് അല്ലല്ലോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടിക്കുന്നൊന്നും ഫുള്ളായിട്ട് കാണിച്ചില്ലേ, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുന്ന കമ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് എന്താ ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അത് എങ്ങനെ ഒട്ടിക്കണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് ഒട്ടിച്ചെടുത്താൽ മതി. ഇതൊക്കെ ഏകദേശം ഒരേ സൈസിലുള്ള ഫ്ലവറാണ്. ഇനി വലുതും ചെറുതും വേണമെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഇതേപോലെ എന്താ പറയുക, ഇതേപോലെ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളി ലുക്കല്ലേ. ഒരു ചിലവ് വരാത്ത രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ അടിപൊളി ഡെക്കറേറ്റ് ആക്കി സെറ്റ് ചെയ്ത് വെക്കാമല്ലോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതേ ബോട്ടിൽസൊക്കെ എന്തായാലും എല്ലാവർക്കും കിട്ടുമല്ലോ. പിന്നെ വീട്ടിൻ്റെ മുറ്റത്ത് പോയൊരു കമ്പും എടുക്കുക, ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ എന്താ, നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഈ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെന്താ, വീഡിയോസ് ഇഷ്ടമായല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലോ. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലുള്ള അടിപൊളി ഐഡിയാസായിട്ട് ഇനിയും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.